കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എവിടം വരെയാണ്? നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ കണ്ടു, നൈൻസ്റ്റ് ഇക്വേഷൻ കണ്ടു അല്ലേ, ഇലക്ട്രോ കെമിക്കൽ സീരീസ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഹായ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് പോർഷൻസ് കുറച്ച് എന്ത് ചെയ്തായിരുന്നു, കവർ ചെയ്തായിരുന്നു. സോ ഈ ക്ലാസ്സിൽ നമുക്ക് അടുത്ത മിച്ചം കിടക്കുന്ന കുറച്ച് പോർഷൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. സോ ഫാരഡേസ് ലോ ബേസ് ചെയ്തിട്ട് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇതെന്താ? ഇഫ് 0.5 ആംപിയർ കറണ്ട് ഐ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആംപിയർ. Current is passed through acidified silver nitrate solution for 100 minutes. Okay, so time തന്നിട്ടുണ്ട്. ടൈം 100 മിനിറ്റ് ആണെന്ന് പറയണു. 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6000 സെക്കൻഡ്സ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ്സ് ആണെങ്കിൽ 100 മിനിറ്റ്സ് 6000 സെക്കൻഡ്സ്. ഓക്കെ, ദ മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ് ഓൺ കാത്തോഡ് ഈസ്. ഓക്കെ, സോ നമുക്കറിയാം ഡബ്ല്യൂയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമ്മളെങ്ങനെ എഴുതുക? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ക്യൂ ബൈ ഇസഡ്. അല്ലെങ്കിൽ ഇക്ക് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ളൊരു സാധനം എന്ന് പറയുന്നത്, യെസ്, നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ളൊരു സാധനം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ഇക്ക് പകരം നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ളൊരു സാധനം ചിലപ്പോൾ ഇസഡ് ആയിരിക്കും അല്ലേ. ഇസഡ് ക്യൂ ബൈ എഫ്, ഇതായിരിക്കും നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള സാധനം. ഇതിൽ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ചാർജാണ്. ഓക്കെ, ചാർജാണ്. എഫ് ഇസ് ഫാരഡേ constant, and z എന്താണ്? what is z is equivalent mass. എന്താ ഇക്വലൻറ്റ് മാസ് എന്ന് പറഞ്ഞാൽ? ഇക്വലൻറ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് നമ്മൾ ഇക്വലൻറ്റ് മാസ് കണ്ടുപിടിക്കുക. മോളാർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ഫാക്ടർ, അതിനെയാണ് നമ്മൾ ഇക്വലൻറ്റ് മാസ് എന്ന് പറയുന്നത്. എന്താണ് മോളാർ മാസ് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് വാലൻസി ഫാക്ടർ? വാലൻസി ഫാക്ടർ പല സാധനങ്ങൾക്ക് പലതാണ്. ഫോർ എക്സാമ്പിൾ ആസിഡ്സ് ആണെങ്കിൽ വാലൻസി ഫാക്ടർ അതിൻ്റെ ബേസിസിറ്റി ആണ്, ബേസസ് ആണെങ്കിൽ അസിഡിസിറ്റി ആണ്. അതേപോലെ തന്നെ അയോൺസ് ആണെങ്കിൽ ചാർജ് ആണ്, സോൾട്ട് ആണെങ്കിലും ചാർജ് ആണ്. ഓക്കെ, സോ ഇനി എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ വാലൻസി ആണ് അതിൻ്റെ വാലൻസി ഫാക്ടർ. ഓക്കെ, സോ വാലൻസി ഫാക്ടറാണ്, മോളാർ മാസിനെ വാലൻസി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ് ഈ ഇസഡ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് മാസ് എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്ന ചാർജാണ്. ചാർജ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു ആണ്, വെയ്റ്റ് ഡെപ്പോസിറ്റഡ് ആണ്. ഡബ്ല്യു കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട്? ഇസഡ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇക്വലൻറ്റ് വെയ്റ്റ് 108 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇസഡ് ഈസ് ഗിവൺ. ക്യൂ എന്ന് തന്നിട്ടില്ല, പക്ഷേ ക്യൂ എന്ന് പറയണത് ഇറ്റ് ഈസ് ഐ ഇൻറ്റു ടി, ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 6000. ഓക്കെ, ഡിവൈഡഡ് ബൈ എഫ് അല്ലേ. നമുക്ക് എഫ് ഫാരഡിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 96500 അല്ലേ. 108 ഇൻറ്റു 0.5 ഇൻറ്റു 6000 ഡിവൈഡഡ് ബൈ 96500 ആണ് നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 3.3 gram എന്നായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുക വെൻ യു സോൾവ് ദിസ്. ഓക്കെ, സോ ബേസിക്കലി this is our equation, that is W is equal to ZQ by F, where Z is the equivalent mass, Q is the charge and F is the Faraday's constant. Okay, so നമുക്ക് ഉത്തരം 3.3. yes, option B is our answer. ഓക്കെ ആണോ? ചെയ്തത് മനസ്സിലായോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫാരഡേസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 200 gram of calcium from molten calcium chloride. അറ്റോമിക് മാസ് ഓഫ് കാൽഷ്യം is 40. സോ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് വെയിറ്റ് ഇവിടെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇസഡ് ക്യൂ ബൈ എഫ് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഡബ്ല്യു ഇസ് ഗിവൺ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു 20 അല്ലേ. ആൻഡ് നമ്പർ ഓഫ് ഫാരഡേസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 20 gram of calcium from molten calcium chloride ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇസഡിൻ്റെ വാല്യൂ
ഇസഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇസഡിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. വി ഹാവ് ടു കാൽക്കുലേറ്റ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 40. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 40 ആണ്. ഓക്കെ, സോ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പം കാൽഷ്യം ഈസ് കാൽഷ്യം 2+. സോ കാൽഷ്യം 2+, ചാർജ് വരുന്നത് എത്രയാണ്? +2 ആണ്. സോ 20, ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 2. 20 ആണ് ഇവിടെ കാൽഷ്യത്തിൻ്റെ ഇസഡ് വാല്യൂ വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദ ഇക്വേഷൻ 20 is equal to 20 into Q by F എന്ന് വരും. or else you can get that, you will get it as that F is equal to അല്ലെങ്കിൽ Q is equal to 1 farad. Okay, so you will get Q is equal to അല്ലെങ്കിൽ charge required is equal to 1 farad. എത്ര ഫാരഡേ നമ്മൾ കൊടുക്കണം? 1 ഫാരഡേ ചാർജ് നമ്മൾ അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാൽഷ്യം ക്ലോറൈഡിൽ നിന്ന് 20 ഗ്രാം കാൽഷ്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഐസൊലേറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ Q is equal to 1 farad. Okay, ആണേ, ജസ്റ്റ് സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദ ഇക്വേഷൻ W is equal to ZQ by F. നമ്മളോട് Q എത്ര ഫാരഡേ ആണെന്നാണ് കണ്ടുപിടിക്കാൻ, ദ നമ്പർ ഓഫ് ഫാരഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ZQ by F, then Q is equal to, you will get Q is equal to WF by Z എന്ന് കിട്ടും. And W എത്രയാണ്? 20 ആണ്. 20F by 20. So charge required is 1 farad. Okay, that's it. Okay അല്ലേ? Okay. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ ചാർജ് റിക്വയർഡ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് 2 moles of Mn2O4 into MnO4 2- in presence of alkaline medium is. ക്വസ്റ്റ്യൻ അതാണ്. Mn2O4 അല്ലടാ, ഇത് Mn3O4 ആണേ. ഓക്കെ, സോ ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Mn3O4നെ MnO4 2- ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ചാർജ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മളുടെ ഒരു ബേസ് ഐഡിയ ഇതാണ്. നമുക്കൊരു 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ, 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്പർ ഓഫ് ഫാരഡ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് 1 farad ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസ് ഐഡിയ ദാറ്റ് വി ഹാവ്. ഇനിയിപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര ഫാരഡേ ആണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇതിപ്പോൾ എത്ര ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ബാലൻസ്ഡ് അല്ല ഇക്വേഷൻ, വി ഹാവ് ടു ബാലൻസ് ദ ഇക്വേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓക്സിഡേഷൻ ചേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, Mn3O4നകത്ത് മാൻഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് 3x - 8 = 0 ആണ്. സോ x is equal to, you will get 8/3. സോ ഇവിടെ മാൻഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 8/3 ആണ്. ഇവിടെ മാൻഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് x - 8 is equal to -2. സോ x is equal to 6. ഇവിടെ +6 ആണ്. ഓക്കെ, so when one manganese changes from 8/3 to +6, എത്ര കിട്ടും? ഒരു മാൻഗനീസ് 8/3 to +6 പോകുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്? എന്ത് ചെയ്താൽ മതി? യു സിംപ്ലി മൈനസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്? So 18 minus 8/3, that is 10/3. So one manganese when changes from 8/3 to +6, number of electrons transferred is 10/3 electrons. ഓക്കെ, ഇവിടെ എത്ര മാൻഗനീസ് ഉണ്ട്? 3 മാൻഗനീസ് ഉണ്ട്. സോ ഒരെണ്ണത്തിന് 10/3 ആണെങ്കിൽ 3 എണ്ണത്തിന് എത്ര ഇലക്ട്രോൺസാണ്? 10 ഇലക്ട്രോൺസ്. ഓക്കെ ആണോ? ചാടിപ്പിടിച്ച് 10 ഫാരഡേ എന്ന് എഴുതി കളയല്ലേ. ഇനിയുണ്ട് ക്വസ്റ്റ്യനിലൊരു കാര്യം കൂടെ. ഇവിടെ ഞാൻ 1 മോളിനാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ക്വസ്റ്റ്യനിൽ എത്ര മോൾസാണ്? 2 മോൾസ് ആണ്. സോ 1 മോളിന് 10 ഇലക്ട്രോൺ ആണെങ്കിൽ 2 മോളിന് എത്ര ഇലക്ട്രോൺ? 20 ഇലക്ട്രോൺസ്. ഓക്കെ, സോ എത്ര ഫാരഡ്? 20 ഫാരഡ്. ഓക്കെ അല്ലേ? പറഞ്ഞാൽ അത് മനസ്സിലായോ? ഓക്കെ ആണല്ലോ. എന്താ നമ്മൾ ചെയ്തത്? വേറൊന്നുമില്ല, ഇവിടെ എത്ര ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടന്നതെന്ന് നോക്കി. ഓക്കെ, സോ 1 മോളിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ കണ്ടുപിടിച്ചു, ദെൻ 2 മോളിലോട്ട് കൺവേർട്ട് ചെയ്തു, അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരഡ് എഴുതി. പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഫാരഡേസ് ലോ ബേസ് ചെയ്തിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ഫാരഡേസ് ലോ ബേസ് ചെയ്തിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, നോക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഒരു ബയോളജി, അതായത് എന്താ പറയുക, ഒരു തിയറി പാർട്ടിയിൽ നിന്നായിരിക്കും കൂടുതൽ. പ്രോബ്ലംസ് അങ്ങനെ വരാനില്ലല്ലോ. ഓക്കെ, സോ തിയറി ആയിരിക്കും കൂടുതലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. സോ തിയറി പോർഷൻസ് ആണ് കൂടുതൽ. ഇതുപോലൊരു ചോദ്യമാണിതും. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മോസ്റ്റ് കൺവീനിയൻറ്റ് മെത്തേഡ് ടു പ്രൊട്ടക്ട് ദ ബോട്ടം ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പിൻ്റെ ബോട്ടം പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് വൈറ്റ് ഇൻ പ്ലേറ്റിംഗ്. ഓക്കെ, ഒരു ഷിപ്പിൻ്റെ ബോട്ടം കോട്ട് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വൈറ്റ് ഇൻ പ്ലേറ്റിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഡിസ്ചാർജസ്. യെസ്, ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? SO2 ഈസ് ഇവോൾവ്, PbSO4 ഈസ് കൺസ്യൂംഡ്, ലെഡ് ഈസ് ഫോംഡ്, H2SO4 ഈസ് കൺസ്യൂംഡ്. ആൻസർ ഈസ് H2SO4 ഈസ് കൺസ്യൂംഡ്. ഓക്കെ, efficiency of a fuel cell, it is delta G by delta H, Gibbs free energy divided by enthalpy, change in enthalpy. Okay, അതാണ് ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി ബാറ്ററി. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ പ്രൈമറി ബാറ്ററിയുടെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ലെക്ലാഞ്ചെ ബാറ്ററി. ലെക്ലാഞ്ചെ കൂടാതെ മെർക്കുറി ബാറ്ററി ഒക്കെ എന്താണ് പ്രൈമറി ബാറ്ററീസിൽ എക്സാമ്പിളാണ്. ഓക്കെ, ദ മോസ്റ്റ് ഡ്യൂറബിൾ മെറ്റൽ പ്ലേറ്റിംഗ് ഓൺ അയണിൽ ഏതാണ് ഏറ്റവും മോസ്റ്റ് ഡ്യൂറബിൾ? സിങ്ക് പ്ലേറ്റിംഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സിങ്ക് പ്ലേറ്റിംഗ്. മാച്ച് ദ ഫോളോയിങ്. ഇത് നമ്മുടെ യൂണിറ്റ് മാച്ച് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഇത് എല്ലല്ല. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, സോ ഇതിൻ്റെ യൂണിറ്റ്സ് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. മോളാർ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കാണാം. സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഈ സെല്ല് നമ്മൾ വോൾട്ടിലാണ് ഈ സെല്ലിനെ പറയാറുള്ളത്. കാപ്പ. ഓക്കെ, കാപ്പ നിങ്ങൾക്കറിയാം സീമെൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ആൻഡ് ജി സ്റ്റാർ എന്ന് പറയുന്ന സെൽ കോൺസ്റ്റൻ്റ് ആണ്. സെൽ കോൺസ്റ്റൻ്റ് ലെങ്ത് ഇൻവേഴ്സ് ആണ്. അതായത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സോ മീറ്റർ ഇൻവേഴ്സോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ വിൽ മെഷർ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇലക്ട്രോഡ്? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ്റെ ക്ലൂ എന്നതാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനായിട്ട്. നിങ്ങൾക്കറിയാം ഹൈഡ്രജനുമായിട്ട് കപ്പിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യാറ്. സോ റെഫറൻസ് ഇലക്ട്രോഡ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഇലക്ട്രോഡ് അങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, റെഫറൻസ് ഇലക്ട്രോഡ് ആനോഡായിട്ടും നമുക്ക് ആരുടേതാണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ കാത്തോഡായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി എന്താണ് ഇതിലൊരു ഡിഫറൻസ് വരാനുള്ളത്? ഇനി ഉള്ളത് ഇവിടെയാണ് ക്ലൂ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? നമ്മുടെ ക്ലാസ്സിൻ്റെ ബിഗിനിങ്ങിലേ ഞാൻ പറഞ്ഞായിരുന്നു. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ 1 മോളാർ കോൺസെൻട്രേഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഓക്കെ, സോ ബേസിക്കലി 1 മോളാർ ആയിരിക്കണം അസോസിയേറ്റഡ് സ്പീഷീസുകളുടെ എല്ലാം കോൺസെൻട്രേഷൻ. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആയിരിക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 1 ബാർ പ്രഷർ, 273 കെൽവിൻ ടെമ്പറേച്ചർ. ഓക്കെ ആണേ? ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ 0.1 ബാറിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. പോയി, ദിസ് ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഓക്കെ ഫൈൻ. സെക്കൻഡ് ഓപ്ഷൻ 1 ബാർ ആണ്, ഗുഡ്. 1 മോളാർ ആണ്, ഗുഡ്. പക്ഷേ കോപ്പറിൻ്റെത് 2 മോളാർ കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നു, പറ്റത്തില്ല. 1 മോളാർ കോൺസെൻട്രേഷൻ. അടുത്തത് നോക്കാം. 1 ബാർ ആണ്, ഗുഡ്. 1 മോളാർ ആണ്, ഗുഡ്. 1 മോളാർ ആണ്, യെസ്, ഫൈൻ. സോ ദിസ് ഈസ് അവർ ഓപ്ഷൻ. അടുത്ത ഓപ്ഷനോട് ഒന്ന് നോക്കാം എന്താണ് പ്രശ്നം എന്ന്. 1 ബാർ ആണ്, 0.1 മോളാർ ആണ്, ശരിയാവത്തില്ല. ഓക്കെ, സോ ബേസിക്കലി സി ഈസ് അവർ ആൻസർ. ഓക്കെ, ഇങ്ങനെ എടുത്തതെന്ന് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ മഗ്നീഷ്യം ഇലക്ട്രോഡ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so electrode potential for magnesium electrode varies according to the equation E Mg2 plus bar Mg gives E0 Mg2 plus bar Mg minus 0.59 by 2 log 1 by Mg2 plus. The graph of E Mg2 plus bar Mg versus log Mg2 plus is. Okay, great. എങ്ങനെ ചെയ്യും? ഈ രണ്ട് സാധനങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്താൽ പ്ലോട്ട് ചെയ്താൽ എങ്ങനെയാണ് ഗ്രാഫ് ഇരിക്കുക എന്നാണ് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാന്നുള്ളതാണ്. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, y = mx + c ആണ്. ഓക്കെ, ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ y ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? y ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ Mg2 പ്ലസ് ബാർ Mg യെയും
എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ലോഗ് Mg2+നെയുമാണ്, ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mg2+നെയുമാണ്. ഓക്കെ, ലെറ്റ്സ് സി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കുന്ന. ഓക്കെ, y ഈസ് ഫൈൻ, എക്സ് യെസ്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുവാണേ. ഇറ്റ്സ് എ സ്മോൾ മോഡിഫിക്കേഷൻ, വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു Mg2+ ബാർ mg ദെൻ E0 Mg2+ ബാർ mg ആണ് തന്നിരിക്കുന്നത്. അത് നമ്മുടെ എക്സ് അവിടെ വരുന്നില്ല. സോ ബേസിക്കലി ഞാൻ അതിനെ എടുത്ത് സിയുടെ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ദാ ഈ ടേമിനെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവരുവാണേ. ഈ ടേമിനെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ചെറിയൊരു ചേഞ്ച് അവിടെ വരുത്തുന്നുണ്ട്. എന്താണ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ ഇവിടെ നെഗറ്റീവാണ്. ഓക്കെ, ആ നെഗറ്റീവിനെ ഞാൻ എന്താക്കുകയാണ്, പോസിറ്റീവ് ആക്കുകയാണ്. ആ നെഗറ്റീവിനെ ഞാൻ പോസിറ്റീവ് ആക്കുന്ന സമയത്ത് 0.59/2 വ്യത്യാസമൊന്നുമില്ല. ലോഗ് 1/mg2+, അതെങ്ങനെ മാറും വെൻ ഐ മേക്ക് ദിസ് പോസിറ്റീവ്, ഇതെങ്ങനെ തിരിച്ചെഴുതണം അല്ലേ. സോ ലോഗ് 1/mg2+ വിൽ ബിക്കം ലോഗ് mg2+. ഓക്കെ, സോ ദിസ് ഈസ് ലോഗ് mg2+ ആണ് നമ്മുടെ എക്സ് വാല്യൂ, എക്സ് ആക്സിസിലെ വാല്യൂ ലോഗ് mg2+. സോ അതിനെ ഞാൻ ആദ്യം കൊണ്ടുവന്ന് ഇതിനെ ഞാൻ ഇപ്പുറത്തെ കൊണ്ടുപോവാം. ദാറ്റ് ഈസ് ദ ചേഞ്ച്. ചെയ്ത് മനസ്സിലായില്ലേ? ഓക്കെ, സോ ദിസ് ഈസ് അവർ എക്സ്, ദിസ് ഈസ് അവർ എക്സ്, ദിസ് ഈസ് അവർ വൈ. Okay, so this is our m, y is equal to mx and this is our c. കാര്യം പിടിയിട്ടില്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ y എന്താണ്? E Mg2+ ബാർ mg ആണ്, is equal to എക്സ് ഇതാണ് അല്ലേ, എക്സ് ഇതാണ്. സോ ആ ടേമിനെ ഞാൻ mx+c എന്നായതുകൊണ്ട് ആ ടേമിനെ ഞാൻ ആദ്യം കൊണ്ടുവരുന്നു. 0.059/2 ദിസ് ഈസ് അവർ m ആൻഡ് എക്സ് ഈസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mg2+ പ്ലസ് E0 Mg2+ ബാർ mg. ഓക്കെ, എഴുതിയത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് അവർ y, ദിസ് ഈസ് mx, ദിസ് ഈസ് c. ഓക്കെ, സോ ബേസിക്കലി സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വി വിൽ ഗെറ്റ് ഇതെന്തായാലും വരില്ല. ദിസ് ഈസ് എ നെഗറ്റീവ് സ്ലോപ്പ് തിങ്. വി ആർ ഗെറ്റിംഗ് എ സ്ട്രേറ്റ് ലൈൻ, സോ ഇതെന്തായാലും വരത്തില്ല. ഓക്കെ, സോ ദീസ് ടു ആർ ദ ഓപ്ഷൻസ്. ആൻഡ് ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് y ഇൻ്റർസെപ്റ്റ് 0 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഓപ്ഷനിൽ y ഇൻ്റർസെപ്റ്റ് എവിടെ നിന്നാണ്? 0 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ y ഇൻ്റർസെപ്റ്റ് 0 അല്ല, നമ്മുടെ y ഇൻ്റർസെപ്റ്റ് എന്താണ്? നമ്മുടെ y ഇൻ്റർസെപ്റ്റ് E0 Mg2+ ബാർ mg ആണ്. സോ y ഇൻ്റർസെപ്റ്റ് E0 Mg2+ ബാർ mg വരുന്നത് ഓപ്ഷൻ 2-ലാണ്. സോ യുവർ റിക്വയർഡ് ഗ്രാഫ് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ചെയ്തത് മനസ്സിലായോ? സോ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. യു കണക്റ്റഡ് ടു y is equal to mx+c കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ ദാറ്റ് വാസ് അവർ a solution contains Fe2+, Fe3+, I- ions. The solution was treated with iodine at 35 degrees Celsius. E0 for Fe3+ bar Fe2+ is 0.77 volt and E0 for I2 bar 2I minus is 0.536 volt. The favorable redox reaction is. Now, what is that? See, Fe3+ Fe2+7, അതായത് Fe3+ റെഡ്യൂസ് ആയി Fe2+7, റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.77 വോൾട്ട് ആണ്. ഓക്കെ, ഇനി I2 2I മൈനസ് ആവാൻ, അതായത് ഗെയിൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഐഡിൻ എന്ന് പറയുന്നത് 0.536 വോൾട്ട് ആണ്. ഇവരെ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്താൽ നടക്കാൻ സാധ്യതയുള്ള റിഡോക്സ് റിയാക്ഷൻ എന്താണെന്നാണ് ചോദിക്കുക. ഓക്കെ, സോ ബേസിക്കലി റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ് കുറവ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇദ്ദേഹത്തിനാണ് കുറവ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇദ്ദേഹത്തിന് കുറവെന്ന് പറയുമ്പോൾ ഇദ്ദേഹം നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇദ്ദേഹം നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്വയം എന്താവും? സ്വയം ഇദ്ദേഹം റെഡ്യൂസ്ഡ് ആവും. Okay, so basically among these two pairs, this particular species has a larger tendency to get reduced. Okay, I2 will be reduced to I minus. There will be no redox reaction. I minus will be oxidized to I2. Fe2 will be oxidized to Fe3+. Okay, these are the options. നിങ്ങൾ പറഞ്ഞേ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ?
Fe3 plus റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കുറവ്? ഓ സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക്, റൈറ്റ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കൂടുതൽ അല്ലേ? ഐ മേഡ് എ മിസ്റ്റേക്ക്. യെസ്, സോറി. It was my mistake. I accept. Yes, once again, according to our basic understanding, reduction potential ആർക്കാണോ കൂടുതൽ ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കാണോ അദ്ദേഹമായിരിക്കും നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ? അദ്ദേഹം നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും. അദ്ദേഹം നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വെച്ചാൽ സ്വയം എന്താവും? സ്വയം റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, that particular person will get reduced easily. So basically I2 will be oxidized to I minus ആണോ? അല്ല. There will be no redox reaction. അല്ല, തീർച്ചയായിട്ടും റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. I minus will be oxidized to I2. Yes, that is what gonna happen. I minus എന്തായി മാറും? I minus will get oxidized to I2. Okay, that is the reaction. Okay അന്നേ. So I minus will get oxidized to I2. കാരണം എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ് കൂടുതൽ? അയണിനാണ് കൂടുതൽ. So basically iron is a good oxidizing agent. So when it reacts with iron, it will get oxidized. Okay, so I minus will get oxidized to I2 is our reaction. Okay അന്നേ. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഈ തരം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരായിരിക്കും എന്ന്. ഓക്കെ, ദെൻ കമൻറ്റ് ഇറ്റ് ഓൺ ദ കമൻറ്റ് സെക്ഷൻ. ദിസ് ക്വസ്റ്റ്യൻ വി കെയിം അക്രോസ്, റൈറ്റ്? യെസ്. അടുത്തത് വീണ്ടും മോളാർ കണ്ടക്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ആർ ഗിവൺ. ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് ചില ആളുകളുടെ. നിങ്ങളോട് എന്ത് ചോദിച്ചിരിക്കുന്നു? CH3COHൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ CH3COHൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്കറിയാം. വാട്ട് ഈസ് ദാറ്റ്? CH3COHൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് λ0 m of H plus λ0 m of CH3COO minus ആണ്. പക്ഷേ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ വെച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട്, അത് നമുക്കറിയാം. ഓക്കെ, സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് H2SO4 തന്നിരിക്കുന്നു. λ0 m of H2SO4 എന്ന് പറയണത് ദാറ്റ് ഈസ് λ0 m of H plus λ0 m of SO4 2 minus. ഓക്കെ, ഒരു പ്രശ്നമുള്ളത് ഇവിടെ എത്ര H പ്ലസ് ഉണ്ട്? 2 H പ്ലസ് ഉണ്ടല്ലേ. സോ ബേസിക്കലി നമ്മൾ എങ്ങനെ എഴുതും? λ0 m of 2. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ K2SO4 ഇതേ പ്രശ്നമാണ്. λ0 m of K2SO4 is equal to 2 λ0 m K plus λ0 m SO4 2 minus. Okay, then CH3COOK λ0 m of CH3COOK is equal to λ0 m K plus λ0 m CH3COO minus. Okay, സോ ബേസിക്കലി നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ തന്നിരിക്കുന്ന 3 ഇക്വേഷൻസ് അല്ലേ, നമ്മുടെ കയ്യിലുള്ള ഈ 3 ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ട് നമ്മൾ 4ാമത്തെ ഇക്വേഷനിലോട്ട് എത്തുകയാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് യു നോ. ഓക്കെ, അതായത് വി നീഡ് ദിസ് ബൈ സോൾവിങ് ദിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡിയ. സോ ബേസിക്കലി നമുക്ക് λ0 H പ്ലസും λ0 CH3CO മൈനസും ആണ് വേണ്ടത്. നമുക്ക് ഈ λ0 KA ഒക്കെ കളയണം. സോ λ0 KA കളയണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷനോടെ മൈനസ് ചെയ്താൽ മതി. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ 2 λ0 K ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനെ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതുമായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, അല്ല സോറി, മൈനസ് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി വി ആർ മൾട്ടിപ്ലൈയിങ് ദിസ്. ഈ സാധനത്തിന് ക്വസ്റ്റ്യനിൽ Z എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് Z.
അതുകൊണ്ട് ഞാൻ എഴുതാം. ഇത് Z ആണ്, ഇത് Y ആണ്, ഇത് X ആണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഇസഡും വൈയുടെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടണം? എന്ത് കിട്ടണടാ മക്കളെ? ഇസഡും വൈയുടെ മൈനസ് ചെയ്താൽ നമുക്ക് കെ പോയി കിട്ടണം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ഈ രണ്ട് കെ പ്ലസിൻ്റെ പ്രശ്നം കിടപ്പുണ്ട്. സോ ലെറ്റ് സോൾവ് ദാറ്റ് ഫസ്റ്റ്, എന്നിട്ട് മാത്രം പോവാം. ആദ്യം നമുക്ക് ഈ λ0 ഇതിനെ അങ്ങ് കളയാം. λ0m SO4 2 മൈനസിനെ λ0m ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് അതങ്ങ് ആദ്യം കളയാം. സോ ഫസ്റ്റ് വി ആർ മൈനസിങ് എക്സ് ആൻഡ് വൈ. എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും നോക്കിയേ? ഈ λ0 ഇതങ്ങ് പോകും, വെച്ച് എന്ത് കിട്ടും? 2 λ0m h പ്ലസ് അല്ലേ, മൈനസ് 2 λ0m k പ്ലസ് കിടക്കും. ഓക്കെ ഓക്കെ അന്നേ. സോ നൗ നിങ്ങൾക്ക് എന്തിനെ കളയണം? ഈ 2 λ0m k പ്ലസിനെ കളയണം. ഓക്കെ, സോ അവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഈ ഇവിടെ അടുത്ത ഒരു ഇക്വേഷനിൽ ഒരു λ0m k മാത്രമേ ഉള്ളൂ. സോ ഇതിനെ നിങ്ങൾ λ0m k ആക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സ് മൈനസ് വൈയെ യു ഡിവൈഡ് ഇറ്റ് വിത്ത് 2. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 അവിടുന്ന് എന്തായി? ക്യാൻസലായി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? λ0m h പ്ലസ് മൈനസ് λ0m k പ്ലസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ λ0m k പ്ലസിനെ കളയണം. λ0m k പ്ലസിനെ കളയാനായിട്ട് നിങ്ങൾ ഇസഡുമായിട്ട് ഈ ഇക്വേഷനെ എന്ത് ചെയ്യണം? ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. സോ ഇസഡുമായിട്ട് ഈ ഇക്വേഷനെ മൈനസ് ചെയ്താൽ ശരിയാവോ? ഇല്ല, കൂട്ടണം. ഓക്കെ, സോ യു ആർ ആഡിങ് this x minus y to z. Okay, so x minus y by 2 plus z എന്ത് കിട്ടും നിങ്ങൾക്ക്? λ0m h plus minus λ0m k plus plus λ0m k plus plus λ0m CH3 COO minus λ0m k plus cancel ആയി പോയിട്ട് what you will get? You will get λ0m h plus plus λ0m CH3 COO minus. So that is what we required. Okay, so നമ്മൾ എന്താ ചെയ്തേ? എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് ഇസഡ് ആണ് ചെയ്തത്. ഓക്കെ അല്ലേ? നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്താ ചെയ്തേ? യെസ്, വി ഹാവ് ഡൺ എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് ഇസഡ്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ചെയ്തത് മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല, ക്യാൻസൽ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനിലോട്ട് എത്തുക എന്നുള്ള ഒരൊറ്റ ഐഡിയോളജിയിൽ അങ്ങ് പോയോണ്ടാൽ മതി, നമുക്ക് സാധനം കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതാണ് കൊർലാഷസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അയോണിക് മൊബിലിറ്റി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കലി മെറ്റൽ അയോൺസ് ഈസ് ലോവസ്റ്റ് വെൻ അക്വ സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഈസ് പുട്ട്. ഓക്കെ, സോ നമ്മൾ നോർമലി പറയാം മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് എന്ന് വെച്ച് പറയും. അപ്പോൾ നമുക്കറിയാം ആൽക്കലി മെറ്റൽസിൽ ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്നാണ് വരുന്നത്. സോ സീഷ്യം അല്ലെ ഫ്രാൻസിയം ആണ് ഏറ്റവും എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്നതിലാണ് റുബീഡിയം ആണ് ഏറ്റവും സ്ലോ ആയിട്ട് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടല്ലോടാ ഒരു ചെറിയ ക്ലോസ് അവരെടുത്ത് തന്നിരിക്കുക. അവരെന്താ തന്നിരിക്കുന്നത്? അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അക്വ സൊല്യൂഷൻ ആണെന്ന്. അക്വ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രേഷനും കൂടെ ചിന്തിച്ചേച്ചും വേണം നമ്മൾ ഉത്തരം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഒരു അക്വ സൊല്യൂഷൻ ഇവരെ കൊണ്ടിടുന്ന സമയത്ത് നമുക്കറിയാം ഇവർ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസാണ്. നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് OH മൈനസ് ഇവർക്ക് ചുറ്റും എന്ത് ചെയ്യും? അസോസിയേറ്റഡ് ആവും. ഓക്കെ, ഏറ്റവും കൂടുതൽ OH മൈനസിന് വന്നിരിക്കാൻ പറ്റുന്ന ആർക്ക് ചുറ്റുക? നമ്മുടെ ലിഥിയത്തിന് ചുറ്റുക, ഏറ്റവും ചെറിയ ലിഥിയത്തിന് ചുറ്റുക. സോ ലിഥിയത്തിന് ചുറ്റും കൂടുതൽ OH മൈനസ് പ്രസൻ്റ് ആയിരിക്കും. സോ ബേസിക്കലി ഓപ്പോസിറ്റ് ചാർജിലുള്ള ഒരാൾ കൂടുതൽ പ്രസൻ്റ് ആവുക എന്ന് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ മൊബിലിറ്റിയെ ആര് പുറകോട്ട് വലിക്കും? ഈ OH മൈനസ് പുറകോട്ട് വലിക്കും. ഓക്കെ, സോ സിൻസ് ദി ഹൈഡ്രേഷൻ ഈസ് കൂടുതൽ ആർക്കാണ്? ലിഥിയത്തിനായതുകൊണ്ട് അയോണിക് മൊബിലിറ്റി അക്വ സൊല്യൂഷനിൽ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ലിഥിയത്തിനായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഹൈഡ്രേഷൻ. ഓക്കെ, ഹൈഡ്രേഷൻ സംഭവിക്കുന്നതുകൊണ്ടാട്ടോ. ഹൈഡ്രേഷൻ ഏറ്റവും കുറവ് ആർക്കാ? റുബീഡിയത്തിനാണ്. ഓക്കെ, സോ വെൻ അയോണിക് മൊബിലിറ്റി ഈസ് ആസ്ഡ് ഇൻ സൊല്യൂഷൻ, അക്വ സൊല്യൂഷൻ, ഹൈഡ്രേഷനും കൂടെ ചിന്തിച്ചേച്ച് വേണം ഉത്തരം പറയാനായിട്ട്. അല്ലാതെ നോർമലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സൈസ് കൂടുന്തോറും മൂവ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഒരു സ്പീഡ് എന്താവും? കുറഞ്ഞു വരും. ഓക്കെ, ദാറ്റ് ഈസ് എ സിമ്പിൾ സെൻസ്, റൈറ്റ്? ലോജിക്. അടുത്ത ക്വസ്റ്റ്യൻ, an increase in the equivalent conductance of a strong electrolyte with dilution. ഡൈല്യൂട്ട് ചെയ്യുന്തോറും എന്തുകൊണ്ടാണ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ് കൂടുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഡൈല്യൂഷൻ കൂടുന്തോറും അവിടെ അയോൺസ് ഒന്നും കുറഞ്ഞു പോകുന്നില്ല, പക്ഷേ സ്പേസ്, അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് എന്താണ്? കൂടുവാണ്. ഓക്കെ, സോ ബേസിക്കലി
അയോണിക് മൊബിലിറ്റി കൂടുന്നതുകൊണ്ടാണ് കണ്ടക്റ്റൻസ് കൂടി വരുന്നത് കേട്ടോ. സോ ആ ഒരു ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് ഡൈല്യൂഷനിൽ കൂടാൻ കാരണം അയോണിക് മൊബിലിറ്റി ഇൻക്രീസസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, 0.01 molar solution of an electrolyte has a resistance of 40 ohms in a cell having cell constant of 0.4 cm inverse 1. Then its molar conductance. അതിൻ്റെ molar conductance എത്രയാണെന്നാണ് നമുക്കറിയാം. ലാംഡ എം എന്ന് പറയുന്ന ഇറ്റ് ഈസ് കണ്ടക്ടൻസ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, കണ്ടക്ടൻസ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ആണ്. സോ ദാറ്റ് ഈസ് ലാംഡ എം ഇസ് ഈക്വൽ ടു 1 by resistance into cell constant by molar concentration. Okay, molar concentration. Okay അല്ലേ? സോ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 140 ആണ്. സോ 1/40 ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ് ഈസ് 0.4 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ 0.01 മോളാർ എന്ന്, അതായത് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. ടു മേക്ക് ഇറ്റ് ഇൻ ടു സെൻറ്റിമീറ്റർ ക്യൂബ് 10⁻³ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.01 ഇൻറ്റു 10⁻³ ഓക്കെ. സോ 0.01 ബൈ 0.4 എന്ന് പറയുന്നത് 40 ആണ്. ആ 40യും ഈ 40യും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് യുവർ ആൻസർ വിൽ ബി ഈക്വൽ ടു 10⁻3. നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ലാംഡ എം ഇസ് ഈക്വൽ ടു 10⁻3. ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് യുവർ ആൻസർ. ഓക്കെ ആണല്ലോ, സെറ്റല്ലേ? പറഞ്ഞാലും മനസ്സിലായില്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? ടാറ്റാ.